ഇസ്രയേലിനെതിരെ ശക്തമായ ആക്രമണവുമായി ഹിസ്ബുള്ള. വടക്കൻ ഇസ്രയേലിന് നേർക്ക് റോക്കറ്റ്, മിസൈൽ, സൂയിസൈഡ് ഡ്രോൺ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള അഴിച്ചുവിടുന്നത്. ലെബനനിൽ ഇസ്രയേൽ കരവ്യോമ ആക്രമണം തുടരുന്നതിനിടെയാണ് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇസ്രയേലിനെതിരെ 21 ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നടത്തിയത്. നഗരങ്ങൾ, ADF കേന്ദ്രങ്ങൾ, ആയുധ ഫാക്ടറികൾ, മിലിറ്ററി ബാരക്കുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കഴിഞ്ഞ ദിവസം ഇസ്രയേലിലേക്ക് 170 മിസൈലുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. ഏറ്റവും ഒടുവിൽ ഇസ്രയേലിലെ കിരിയാത് ഷമോനയിലേക്കാണ് 30 റോക്കറ്റുകൾ ഇസ്രയേൽ പായിച്ചത്. ആക്രമണ വിവരം ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചില റോക്കറ്റുകളെ തടഞ്ഞതായും ചിലത് ജനവാസമില്ലാത്ത മേഖലയിൽ വീണതായും IDF അവകാശപ്പെട്ടു. അതിനിടെ ഇസ്രയേലിലെ ഹൈഫ, ഹദേര നഗരങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള സർഫസ് ടു സർഫസ് മിസൈലുകൾ തൊടുത്തുവിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ ആളപായമില്ലെന്നും 2 മിസൈലുകളെയും തകർത്തതായും IDF അവകാശപ്പെട്ടു. കഴിഞ്ഞ 12 മണിക്കൂറിൽ ഇത്തരത്തിൽ 4 മിസൈൽ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നടത്തിയത്. നേരത്തെ മനാറ മേഖലയിലും ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. 3 തവണയാണ് മനാറ മേഖലയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായത്. ഹിസ്ബുള്ളയുടെ പ്രകോപനത്തിന് ബെയ്റൂട്ടിൽ ബോംബാക്രമണം നടത്തിയാണ് ഇസ്രയേൽ മറുപടി നൽകിയത്. കഴിഞ്ഞ രാത്രിയിൽ ബെയ്റൂട്ടിന്റെ തെക്കൻ അതിർത്തി പ്രദേശമായ ദഹിയയിൽ 30 തവണയാണ് ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയത്. അക്രമാസക്തമായ രാത്രി എന്നാണ് ലെബനന്റെ ദേശീയ വാർത്താ ഏജൻസി കഴിഞ്ഞ രാത്രിയെ വിശേഷിപ്പിച്ചത്. വ്യോമാക്രമണം ബെയ്റൂത്തിലെ റഫീഖ് ഹരീരി അന്തർദേശീയ വിമാനത്താവളത്തിന്റെ സമീപം വരെ എത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ ലെബനനിൽ കരയാക്രമണം ഇസ്രയേലിന് വലിയ ബാധ്യതയായി മാറുന്നതായി റിപ്പോർട്ടുകൾ. ലെബനനിൽ ഇസ്രയേൽ കരയാക്രമണം തുടങ്ങിയിട്ട് ഒരാഴ്ചയാകുന്നു. കരയാക്രമണം ഇസ്രയേലിന് കീറാമുട്ടിയായി മാറിയെന്ന റിപ്പോർട്ടുകളാണ് അതിനിടെ പുറത്തുവരുന്നത്. ആക്രമണവുമായി മുന്നോട്ടു പോകാൻ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് പെടാപ്പാടുപെടുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇസ്രയേലിന്റെ മുന്നേറ്റം തടയുന്നതിനായി ഹിസ്ബുള്ള ഹിഡൻ ഇംപ്രൊവൈസ്ഡ് ബോംബുകൾ ഉപയോഗിക്കുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ലെബനനിൽ ഇസ്രയേലിനെ വെള്ളം കുടിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടി. ലെബനനിൽ ഇസ്രയേൽ സ്ട്രഗിൾ ചെയ്യുകയാണെന്ന് യുദ്ധ നിരീക്ഷകരും സമ്മതിക്കുന്നുണ്ട്. കരയാക്രമണം തുടങ്ങി ഒരാഴ്ചയായിട്ടും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല. ലെബനന്റെ സവിശേഷ ഭൂപ്രകൃതിയാണ് ഇസ്രയേലിനെ പിന്നോട്ട് വലിക്കുന്നത് എന്നാണ് ഒരു ഇസ്രയേലി മിലിറ്ററി കറസ്പോണ്ടന്റ് വ്യക്തമാക്കിയത്. ലെബനന്റെ കുന്നുകളും പരുക്കൻ ഭൂപ്രകൃതിയുമാണ് ഇസ്രയേലിന് തിരിച്ചടിയായി നിൽക്കുന്നതെന്നും കറസ്പോണ്ടന്റ് അവകാശപ്പെടുന്നു.